അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആകാശിന് ഒരു സ്ത്രൈണതയുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞാൽ, അതിൽ ആകാശ് വളരെ കംഫർട്ടബിളും വളരെ ഓക്കെ ഹാപ്പിയാണ്. ഓക്കെ, അതാ പറഞ്ഞത്. ഇപ്പം ഈ ഓപ്പോസിറ്റ് ആളിന് ചിലപ്പോൾ ഇത് തോന്നണമെന്നില്ല. ഇപ്പൊ ഒരു 5 പേരുണ്ടെങ്കിൽ ഈ 5 പേര് ഞാൻ നല്ലതാണ് അല്ലെ ഞാൻ ഇങ്ങനെയാണെന്ന് അവർ സ്റ്റാമ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പലർക്കും പല മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പലർക്കും പല വിഷൻ ആയിരിക്കാം, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഇല്ലേ. മതി. എന്നറിയോ, ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കാറേ ഇല്ല ഇപ്പൊ. കാരണം നമ്മൾ ഈ ഒരു ആളിനെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്തുമാത്രം നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതെല്ലാം മറച്ചിട്ടാണ് മറ്റാൾക്കാരടുത്ത് നമ്മൾ അവരെ മോശമായിട്ട് പറയാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളെ പറയുന്ന ആയുർവേദം വേറെ ഉണ്ടാവും. അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ആം. എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് എന്നെ അറിയാം, അത് മതി. എനിക്ക് ആർക്കും നമുക്ക് ബോധിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാവരും നമ്മൾ പ്ലീസ് ചെയ്തും ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെ കുറിച്ച് നല്ലതേ പറയാം കേട്ടോ, എന്നെ കുറിച്ച് മോശം പറയരുത്, എന്നെ കുറിച്ച് നല്ലത് പറയുന്നതാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ എനിക്കൊരു പ്രശ്നമില്ല. അതിന് കമന്റ്സ് ഒന്നും വായിക്കാറ് പോലും ഇല്ല. അവർ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ഹാപ്പിയാണ്. കാരണം അവരവരെ ഫാമിലി ചെലവാക്കുന്ന സമയം അവർ എനിക്ക് വേണ്ടി ചെലവാക്കുന്നത് അല്ലേ. ഈ ലോകത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? മറ്റവർക്ക് വേണ്ടി നമ്മൾ ആരെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുമോ? അപ്പൊ ഈ കുത്തിരുന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ വീഡിയോയ്ക്ക് ഇത്രയും പാരഗ്രാഫ് ഞാൻ ഒരു നമ്മുടെ ഒരു കഴിഞ്ഞ ലാസ്റ്റ് ഇന്റർവ്യൂല് ഞാൻ നോക്കിയപ്പോ ഇതിന് എങ്ങനെ സമയം കിട്ടുന്നു? ഇത് അക്ഷരത്തെറ്റില്ലാണ്ട് അതും ഈ കമന്റ്സിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ അയക്കുകയാണ്. അപ്പൊ അവര് നമ്മളെ നോക്കുന്നുണ്ട്, അവര് നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവര് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ്, അവർക്ക് വേണ്ടി ഫാമിലിക്ക് ചെയ്തൂടെ? പുള്ളി ആര് ചെയ്യുന്നു? അവരുടെ ലൈഫിൽ അവരുടെ ഫ്യൂച്ചറിൽ വേണ്ടി എന്തെങ്കിലും ടൈം നോക്കിക്കൂടെ? ആരും ചെയ്യുന്നില്ലല്ലോ. അതിനകത്ത് ഈ ആൺ പെൺ വേർതിരിവിലൊക്കെ ഒരുപാട് കമന്റുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവും. അതിലേതെങ്കിലും പേഴ്സണലി വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് കയറിയിട്ടില്ല? എന്നെ സംബന്ധിച്ച് അത് പ്രശ്നമേ അല്ല. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ എങ്ങനെ കാണാൻ തോന്നുന്നു അങ്ങനെ ആയിക്കോട്ടെ. എന്താണ് നമ്മൾ ഒരു ദൈവത്തിന്റെ കോൺസെപ്റ്റിൽ എന്താണ് അർദ്ധനാരീശ്വരൻ എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? ഒരു സ്ത്രീയിൽ ഒരു പുരുഷനുണ്ട്, ഒരു പുരുഷനിൽ ഒരു സ്ത്രീയുണ്ട്. ഈക്വൽ ബാലൻസിങ് ആണ് എല്ലാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളത് എങ്ങനെ കാണുന്നുള്ളതാണ്. എന്നെ കൊണ്ട് മറ്റാൾക്കാർ ഉപദ്രവം ഉണ്ടോ? അത് മാത്രം നോക്കി. എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയാം, നിന്റെ ഈ ഒരു കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണ്. എൻ്റെ ഫാമിലിക്ക് ഇല്ല, എൻ്റെ കൂടെയുള്ളവർക്ക് ഇല്ല, പിന്നെ മറ്റാൾക്കാർക്ക് എന്താണ്? നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ആരും ഉപദ്രവിക്കാതെ ജീവിക്കുന്നു. ബി യുവർ സെൽഫ്. എനിക്ക് ഒറ്റ വാക്ക് ഞാൻ എല്ലാവരും ഇവളോട് ഞാൻ എപ്പോഴും പറയും, ബി യുവർ സെൽഫ്. നമ്മൾ ആരും എന്ത് ചിന്തിക്കുന്നു നമ്മൾ ജീവിക്കാൻ തുടങ്ങി. എന്തെങ്കിലും ഒരു കമന്റ് ഒക്കെ വിനോട് പോയി ചോദിക്കടാ, എനിക്ക് വിഷമം. ഞാൻ ഇല്ല ആദ്യമൊക്കെ ഡൗൺ ആകുമായിരുന്നു, ഇപ്പൊ ആകുന്നില്ല. പക്ഷെ ഡയറക്റ്റ് നമ്മുടെ ബാക്കിൽ പോയി പറയുമ്പോ ഒക്കെ ഞാൻ ഡൗൺ ആവും ജസ്റ്റ്, പക്ഷെ കുറച്ചു നേരത്തിന് മാത്രം. അല്ല, അതാ പറഞ്ഞത്, ബി യുവർ സെൽഫ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ മറ്റാൾക്കാരെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ ലൈഫ് വളരെ ഷോർട്ട് പീരിയഡ് ആണ്. നമ്മളെല്ലാം നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു ഫോണിന് വരെ ഈ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതിന് നമ്മൾ ഒരു എക്സ്പയറി ഡേറ്റ് ഇടും അല്ലേ? യു ക്യാൻ യൂസ് ബിഫോർ ദിസ്. ഇതാണ് അതിന്റെ വാറന്റി. മനുഷ്യന്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ, എക്സ്പയറി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഷോർട്ട് പീരിയഡിൽ ഇഷ്ടമുള്ളത് പോലെ ജീവിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഡോണ്ട് ബോദർ അബൌട്ട് എനി വൺ എനിത്തിങ്. ബി യുവർ സെൽഫ്, ദാറ്റ്സ് ഓൾ. ബി പോസിറ്റീവ്. നമ്മളെ കൊണ്ട് മറ്റാൾക്കാരെ ചിരിപ്പിക്കുക, അത് ഏറ്റവും വലിയൊരു പാടാണ്. കഷ്ടമുള്ള ഒരു ജോലിയാണ്. നമ്മളെ ആൾക്കാരെ വേണ്ടി തമ്മിലടിപ്പിക്കാം, ദേഷ്യപ്പെടാം, പക്ഷെ ഒരാളിനെ ചിരിപ്പിക്കുക എന്നുള്ളത്, ഇല്ലെങ്കിൽ അവരെ സന്തോഷമായിട്ട് നമ്മുടെ സർക്കിളിനെ സന്തോഷമായിട്ട് വെക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് മാക്സിമം ഞാൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കും, ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിക്കും. അതിലൂടെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും. ദാറ്റ്സ് ഓൾ. സ്മിത ശരിക്കും ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? കാരണം എല്ലാപ്പോഴും ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നെഞ്ചും വിരിച്ച് വിചാരിക്കുന്ന സ്ഥലത്ത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ കാണുന്ന എല്ലാ മസ്കുലിൻ പേഴ്സൺസിനും അവരെ ബിഹൈൻഡിൽ കുറെ കാര്യങ്ങളുണ്ട്. അത് പുറമെ ആർക്കും അറിയുന്നുണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഐ എം എ മാൻ, ഞാൻ ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ബോഡി ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ വാക്കിംഗ് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് അത് മറ്റാൾക്കാർക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. അവരെന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെ നടന്നില്ലെങ്കിൽ? പക്ഷെ അവരുടെ ഉള്ളില് ഭയങ്കര ഫെമിനിറ്റി ഉണ്ടാവും. ഞങ്ങളോ എല്ലാം സംസാരിക്കും. ഇങ്ങനത്തെ എല്ലാം ചോദിക്കും, ഞാൻ സംശയം ചോദിക്കും, ഡൗട്ട് ചോദിക്കും. പക്ഷെ ഇവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും പോസിറ്റീവാണ്. ആ കാര്യം വിചാരിച്ച് ഇപ്പൊ ആരെങ്കിലും ഒരു കമന്റ് ഇട്ടാലോ അങ്ങനെ ഒരു സംഭവം
ഇതിനെ കുറിച്ച് എന്നോട് സംസാരിക്കണ്ട, ഇതൊക്കെ ഇത്രയും ചെറിയ കാര്യമൊക്കെയാണോ നീ സംസാരിക്കുക, അങ്ങനെയാ. അത് വളരെ പോസിറ്റീവായി എടുക്കുന്ന ആളാണ്. അത് ഭയങ്കര പേഴ്സണലി എടുത്തിട്ട് അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആയോ, ഇനി ഞാൻ ഇന്ന് എന്ത് ചെയ്യും, ഇനി ഇതിങ്ങനെ നടക്കണമല്ലോ, ഞാൻ ഇങ്ങനെ നടക്കണമല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് വരെ അങ്ങനത്തെ കമന്റ് വരാറുണ്ട് അല്ലേ, ഇഷ്ടംപോലെ വരാം. എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ കുറച്ച് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി, കുറച്ച് വെളുപ്പ് കൂടുതലാണ് അല്ലെ, പൂച്ചക്കണ്ണാണ്, അപ്പൊ കുറെ നാളിന് അങ്ങനെ മുഖമുള്ള ഒരാൾ സ്ക്രീനിൽ വന്നു, അപ്പോഴത്തേന് നമ്മളെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടി അതിന്റെ അടി വന്നിട്ട് വേറെ കമന്റ് ഇടുക, അങ്ങനത്തെ പരിപാടി എനിക്ക് 2-3 വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പോയി ചോദിച്ചു, എടാ എന്തുവാടാ ഇത്, കാരണം നമ്മൾ ഇത്രയും വർഷം ജീവിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല, ആരും ചോദിച്ചിട്ടില്ല നേരിട്ട്. അതാ പറഞ്ഞു, ഇന്നുവരെ എന്റെ മുഖത്തൊക്കെ ഒരു മനുഷ്യൻ അങ്ങനെ ചോദിച്ചിട്ട് ചിലപ്പം അവർക്ക് തോന്നിയ ഞാൻ എന്ത് വിചാരിക്കുന്നായിരിക്കും. പക്ഷെ ഇതെല്ലാം എന്തിനു ബിഹൈൻഡ് സീനിൽ എങ്ങനെ ചെയ്യുന്നു പറയാ. ഈ പറയുന്ന ഈ ഇടുന്ന കമന്റ്സ് എല്ലാം എത്ര ജെന്യൂൻ അക്കൗണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ തന്നെ ഇട്ടാലും നിങ്ങളുടെ ആ ഒരു ചാനൽ ഇടും, അതിനകത്ത് എത്ര ജെന്യൂൻ അക്കൗണ്ട് ഉണ്ട്. അതിന്റെ ആവശ്യം എന്താണ്? പറയാനുള്ള ആൾക്കാർ ജെന്യൂൻ അക്കൗണ്ട് അവർ ഓൺ അക്കൗണ്ടിൽ ഒന്ന് പറയണം, പറയണ്ടേ? എന്തിനാണ് ഒരു ഫേക്ക് അക്കൗണ്ട്, ഒരു പ്രൊഫൈൽ പിക്ക് പോലും ഇല്ലാണ്ട് ഇതിന് വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യം എന്താണ്? അല്ലേ? ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറയണം. അതാണ് ഒരു ജെന്യൂനിറ്റി. അതാണ് നല്ലൊരു ആണാണെങ്കിൽ അല്ലെ നല്ലൊരു പെണ്ണാണെങ്കിൽ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ കറക്റ്റ് അവർ റിയൽ അക്കൗണ്ടിൽ ഒരാളിന് എത്ര അക്കൗണ്ട് തുടങ്ങാമല്ലോ. ഇപ്പം അവർ റിയൽ അക്കൗണ്ടിൽ ഒന്ന് പറയട്ടെ. അപ്പൊ ഈ കമന്റ്സ് വരുമ്പോ എല്ലാ ആ കമന്റ്സ് ഇട്ട അക്കൗണ്ടിൽ കയറി നോക്കുമ്പോ അറിയാം 0 followers, 0 പോസ്റ്റ്, നത്തിങ് ഇസ് ദേർ. ഏറ്റവും ഹേർട്ട് ചെയ്തിട്ട് അങ്ങനെ ഓവർകം ചെയ്തിട്ടുള്ള ഒരു കമന്റ് എന്താ? പിന്നെ ഇദ്ദേഹത്തോട് ചോദിച്ചിട്ട് എന്റെ അടുത്തോ? ഇദ്ദേഹം സ്മിത അത് ഫസ്റ്റ് ടൈം ഇവൾ എന്താ ട്രാൻസ്ജെൻഡറിനെ പോലെ ഇരിക്കുന്നല്ലോ കണ്ടിട്ട്, അല്ല ഞാൻ കൂടെ ഇരുന്നിട്ട് പറയാം, എനിക്ക് കുഴപ്പമില്ല. അവർ കമന്റ്സ് വന്നപ്പോൾ ഇവൾ ഭയങ്കര വിഷമിച്ചക്കു എന്നെ ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഞാൻ ചോദിക്കില്ല, നീ ഒരു കുഞ്ഞിന്റെ അമ്മയാണ്, നീ ഒരാളുടെ ഭാര്യയാണ്. നീ ഈ ഒരു കമന്റ്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആൾക്കാർ കാഴ്ചപ്പാടാണ് പ്രശ്നം. ഒരു സ്ത്രീയെ കണ്ടിട്ട് ട്രാൻസ്ജെൻഡർ ആണെന്ന് തോന്നുമ്പോ അപ്പൊ ബാക്കിയുള്ളവർ എന്തൊക്കെ പറയാം? അല്ല, ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ എന്താണ് കുഴപ്പം? ജനിക്കുമ്പോഴും ആരും അങ്ങനെ ആയിട്ടല്ല വരുന്നത്. ഓരോരുത്തർക്ക് എങ്ങനെ ജീവിക്കണം, ഓരോരുത്തർക്ക് അതിനുള്ള അവകാശമുണ്ട് അല്ലേ? ഇപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കണം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നിയമങ്ങളുണ്ടോ? ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ജീവിക്കാം. അതാണ് ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞത്, ആരും ഹേർട്ട് ചെയ്യാണ്ട്. എന്നെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ? അങ്ങനെ അവൾ ഭയങ്കര വിഷമിച്ചിട്ടുണ്ട് ഫസ്റ്റില്, ഈ സീരിയൽ സ്റ്റാർട്ടിങ്ങില്. അക്കു ഈ എപ്പിസോഡ് ഉണ്ടോ അക്കു, അതുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നറിയോ, ഹെയർ സ്റ്റൈല് മാറ്റും ഉണ്ടോ. അത് ഭയങ്കര പ്രശ്നമായി. ഇതിന് മാറ്റിയെടുക്കാൻ ഞാൻ പെട്ട പാട്.